എറണാകുളം കൊച്ചി കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഹൈടെക് സിറ്റി, IT നഗരം അല്ലേ. കേരളത്തിൽ തന്നെ തിരക്കുള്ള നഗരങ്ങളിൽ എല്ലാവരും ചേക്കേറാൻ ഇഷ്ടപ്പെടുന്ന ഒരു നഗരം. ഈ ഒരു നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മേജറായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ്ല ഫ്ലൈ ഓവറാണ്. ഈ ഒരു ഭാഗം കടവന്ത്ര ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളുടെ തിരക്കാണ്ടോ, ബസ്സും കാറും എല്ലാമായിട്ട് ഭയങ്കര തിരക്കുള്ളൊരു അന്തരീക്ഷമാണ്. കിലോമീറ്ററുകളാണ് ഈ ഒരു ഭാഗത്ത് ഗതാഗത കുരുക്കുകൾ അനുഭവപ്പെടുന്നത് കേട്ടോ. വളരെ ദൂരം 2-3 കിലോമീറ്റർ വരെയാണ് ചില സമയങ്ങളിൽ ഈ ഒരു ഗതാഗത കുരുക്കുകൾ അനുഭവപ്പെടുന്നത്. ഈ സമയം ഞാൻ ഈ ഡ്രോൺ പറത്തുന്നത് ടൈം 5 മണിയാണ്. ഈ ഒരു സമയത്തെ ഗതാഗത കുരുക്കാണ് ഈ കാണുന്നത് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ ഇതിലും വലിയ രീതിയിൽ ഗതാഗത കുരുക്കുകൾ ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടാറുണ്ട്. നമ്മളിപ്പോൾ കടവന്ത്ര ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ മെട്രോ പില്ലർ പിടിച്ചാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരൊക്കെ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ. പോകുന്ന വഴിയിലൊക്കെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഇതേപോലെ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ മറ്റൊരു ഫ്ലൈ ഓവർ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന അന്തരീക്ഷമുണ്ട്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ അതിമനോഹരമായ 2 ലൈൻ മെട്രോ പാളം ഇങ്ങനെ പോവുകയാണ്. നമ്മൾ തിരിച്ച് കടവന്ത്രയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ വൈറ്റ്ല ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഗതാഗതം നിയന്ത്രിക്കാനും കാര്യങ്ങളായിട്ട് പോലീസിൻ്റെ ഭാഗത്തുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ വീതി കുറവും കാര്യങ്ങളും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നിന്ന് തൃപ്പൂണിത്തറ ഭാഗത്തോട്ട് പോകുന്ന വിഷ്വലാണ് പകർത്തുന്നത് കേട്ടോ. അപ്പോൾ തൃപ്പൂണിത്തറയിൽ നിന്ന് ഈ ഒരു കടവന്ത്രയിൽ നിന്ന് വരുന്നതും പാലാരിവട്ടത്തു നിന്ന് വരുന്ന വണ്ടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രഷർ അവിടെ നിന്ന് ഇവിടെ നിന്നും വരുന്നു. വണ്ടികൾക്ക് പോകാൻ പറ്റാതെ വളരെ ഗതാഗത സ്തംഭനം തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ നോക്കിയേ, 4ഉം 5ഉം നിരയായിട്ടൊക്കെയാണ് ഈ ഒരു വഴികളിലൂടെ വണ്ടികൾ വരുന്നത്. ഒരുപാട് അപകടങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നൊരു സ്ഥലം. ഒരു ആംബുലൻസ് വന്നാൽ പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അനുഭവപ്പെടുന്നത്. നമ്മൾ തൃപ്പൂണിത്തറ ആ ഒരു ഭാഗത്തോട്ട് പോകുന്നു. അതിമനോഹരമായ ഫ്ലാറ്റുകളും മെട്രോ തൂണുകളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ. നിരനിരായിട്ട് നോക്കിയേ, കിലോമീറ്ററുകൾ ദൂരത്താണ് നമ്മുടെ ഗതാഗതം സ്തംഭിച്ച് കിടക്കുന്നത്. തിരിച്ച് നമ്മളിതാ നമ്മുടെ മെട്രോ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത്. അമ്പരച്ചുംബികൾ എന്നൊക്കെ നമ്മൾ പണ്ട് മലയാളത്തിൽ പഠിച്ച പോലെ അതിമനോഹരമായ കൊച്ചി നഗരത്തിൻ്റെ പടുകൂറ്റൻ ഫ്ലാറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം അല്ലേ. അതിന് നടുവിലായിട്ട് അതിമനോഹരമായ ഒരു അമ്പലം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ആകാശത്ത് നിന്ന് കാണുമ്പോൾ വളരെ മനോഹരമായ ആംബിയൻസിലല്ലേ. ചുറ്റും ഗോപുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായ ആംബിയൻസാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത്. ഇതാ നോക്കൂ, അതിമനോഹരമായ ഒരു കുളം കാണാം, പച്ച നിറത്തിൽ ചുറ്റും അല്ലേ. കുറച്ച് ചെടികളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന അതിമനോഹരമായ കുളം. തൊട്ടുമുകളിലൂടെ മെട്രോ ട്രെയിൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നു. അതിൻ്റെ താഴെ ഫ്ലൈ ഓവറിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നു. അതിൻ്റെ താഴെ വൻ ഗതാഗതക്കുരുക്കിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നു. നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നതാണ്, ഒരുപാട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ പലർക്കും കൃത്യസ്ഥലത്തോട്ട് എത്തിപ്പെടാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്ത് തൃപ്പൂണിത്തറ ഭാഗത്ത് രണ്ടാമതൊന്നും കൂടെ പറത്തിയതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗതാഗതക്കുരുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൂടി വരുന്നു. കടവന്ത്ര ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു തിരക്ക് വളരെ എന്താ പറയുക കൂടിയ ഒരവസ്ഥയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കൊച്ചി നഗരത്തിൻ്റെ ഗതാഗത കുരുക്കുകളാണ്. അത്യാവശ്യം ഒരു സാധനം മേടിക്കാൻ ഒരു കാറെടുത്ത് പോയാൽ തട്ടലും മുട്ടലില്ലാതെ വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഒരു കൊച്ചി നഗരത്തിൽ. പറയുമ്പോൾ അതിമനോഹരമായ കൊച്ചിയിലെ കാണാനും നൈറ്റ് ലൈഫും സിറ്റി ലൈഫും എല്ലാം അടങ്ങിയ അതിമനോഹരമായ കൊച്ചി. നമ്മുടെ കൊടുങ്ങല്ലൂർ ആ ഒരു ഭാഗം, പറവൂർ ഭാഗത്ത് നിന്ന് വരുന്ന പാലാരിവട്ടം ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തും തിരക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്കാവുന്ന ചില സമയങ്ങളിൽ അതിശക്തമായ ബ്ലോക്ക് തന്നെ കേട്ടോ. നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു ഭാഗം. കുണ്ടന്നൂർ ആ ഒരു ഭാഗം, ആലപ്പുഴ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ അതിമനോഹരമാണ്. പക്ഷേ ഈ ഒരു ഗതാഗത കുരുക്കിനെ എങ്ങനെ ഇനി ഇത് കുറച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് സർക്കാർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അല്ലേ. റോഡ് അതോറിറ്റിയും മറ്റുമൊക്കെ ചേർന്ന് ഗതാഗത കുരുക്കുകൾ കുറച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ നമ്മുടെ ഈ ഒരു വീഡിയോ
ആരെങ്കിലും കണ്ട് സഹായമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണിയാമ്പുഴ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഈ ലെഫ്റ്റിൽ പച്ച ബസ് കിടക്കുന്ന ഭാഗമാണ് കണിയാമ്പുഴ ആ ഒരു ലൊക്കേഷനിൽ നിന്നൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും ഭാഗത്തു നിന്നാണ് ഈ ഒരു ഭാഗത്തോട്ട് വണ്ടികൾ വന്ന് അടിഞ്ഞു കൂടുന്ന നമ്മുടെ വൈറ്റില ഹബ്ബും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. നമ്മുടെ ഈ ഒരു വൈറ്റില ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് എടപ്പള്ളി എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിസാഹസികമായ ഒരു യാത്ര തന്നെയാണ്. സർവീസ് റോഡായാലും വളരെ മോശം, പൊട്ടിപ്പൊളിഞ്ഞ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ വികൃതമായി വലിയ വണ്ടികളൊക്കെ സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത് കാണയും ഡ്രൈനേജൊക്കെ പൊളിഞ്ഞ് ആകെ അലമ്പായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ഈ ഒരു കാണുന്ന ആംബിയൻസിൽ വളരെ കളർഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം തോന്നുന്നെങ്കിലും ഈ ഒരു ഭാഗത്ത് ഗതാഗത കുരുക്ക് അനുഭവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ വിഷമം. അപ്പോൾ അധികാരികളിലൊക്കെ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തി എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം നമ്മുടെ വീഡിയോ കൊണ്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോ നഗരത്തിൻ്റെ വിഷ്വലാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്കായി ഇവിടെ പകർത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റും അഭിപ്രായങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ചിലപ്പോൾ ആ ഒരു ഐഡിയാസ് അല്ലേ ഭാവിയിലോട്ട് ആരെങ്കിലും ഒരാൾ കാണുകയാണെങ്കിൽ അത് സക്സസ്ഫുള്ളാക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കടവന്ത്ര ഭാഗത്തു നിന്നുള്ള ഒരു വിഷ്വലോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല നഗര കാഴ്ച വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.